യുദ്ധക്കളം കേവലം മിസൈലുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇറാൻ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രയേലിനെയും ലക്ഷ്യമിട്ട് ഇറാനിലെ ഒരു കൂട്ടം യുവാക്കൾ നിർമ്മിക്കുന്ന ലെഗോ ശൈലിയിലുള്ള ആനിമേഷൻ വീഡിയോകൾ ആഗോളതലത്തിൽ വൻ ശ്രദ്ധയാണ് നേടിയിരിക്കുന്നത്. കുട്ടികളുടെ പ്രിയപ്പെട്ട കളിക്കോപ്പുകളായ ലെഗോ ബ്ലോക്കുകളെയും രൂപങ്ങളെയും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീഡിയോകൾ രാഷ്ട്രീയമായ പരിഹാസവും ശക്തമായ മുന്നറിയിപ്പുകളും നൽകുന്നവയാണ്. ദൃശ്യങ്ങൾ കണ്ടുവരാം. എക്സ്പ്ലോസീവ് മീഡിയ എന്ന ഇറാനിയൻ ഗ്രൂപ്പ് പുറത്തിറക്കിയ വീഡിയോകൾ ഇതിനോടകം തന്നെ ദശലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത്. അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഇരകളായ ആഫ്രോ അമേരിക്കക്കാർ, ഇറാഖിലെ അബു ഗ്രൈബ് ജയിലിലെ പീഡനത്തെ അതിജീവിച്ചവർ, ഹിരോഷിമ നാഗസാക്കി ഇരകൾ, ഗസ വംശഹത്യയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങൾ എന്നിവരെയെല്ലാം വീഡിയോകളിൽ ചിത്രീകരിക്കുന്നുണ്ട്. മനുഷ്യരാശിക്കെതിരെ നിങ്ങൾ ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങൾക്കും, നിങ്ങൾ അടിച്ചമർത്തിയ എല്ലാ ശബ്ദങ്ങൾക്കും, പാതിവഴിയിൽ കളി നിലച്ചുപോയ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഒരിക്കൽ കൂടി എന്നേക്കുമായി എല്ലാവർക്കും വേണ്ടി ഒരൊറ്റ പ്രതികാരം എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയുള്ള ഒരൊറ്റ പ്രതികാരം എന്ന മുഖ്യ മുദ്രാവാക്യത്തോടെ അവസാനിക്കുന്ന വീഡിയോകളിൽ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും രൂപങ്ങൾ തകർന്നു വീഴുന്നതായിട്ടാണ് കാണിക്കുന്നത്. അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലെ വിള്ളലുകളെ ഇറാൻ കൃത്യമായി ഈ വീഡിയോകളിലൂടെ ഉപയോഗിക്കുന്നുണ്ട്. വിവാദമായ എപ്സ്റ്റീൻ ദ്വീപ് വിഷയവും ട്രംപിന്റെ മാഗ പ്രസ്ഥാനത്തെയും വീഡിയോകളിൽ പരിഹസിക്കുന്നുണ്ട്. ട്രംപ് അമേരിക്കൻ താൽപര്യങ്ങളെക്കാൾ ഇസ്രയേലിന്റെ താൽപര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത് എന്ന ആരോപണവും ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 19നും 25നും ഇടയിൽ പ്രായമുള്ള 10ഓളം യുവാക്കളാണ് ഈ വീഡിയോകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.